നമസ്കാരം, ഏവർക്കും സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഈന്തപ്പഴം അച്ചാറാണ്. അതിനുവേണ്ടി കുറച്ച് ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈന്തപ്പഴം ഉണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, ഇത് ഇത്രയും സാധനം ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പം നമുക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഇതിന് വേണ്ട പൊടികളൊക്കെ എങ്ങനെയാ ചേർക്കുന്നതെന്ന് ഞാൻ അന്നേരം പറയാം. ഇതിപ്പം കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ. നമ്മുടെ ഈന്തപ്പഴമൊക്കെ കുരു കളഞ്ഞിട്ട് 2 പീസാക്കി ഞാനിങ്ങനെ എടുത്ത് വെച്ചേക്കോ ഓരോ ഈന്തപ്പഴം കണ്ട. പിന്നെ പച്ചമുളക് 7 പച്ചമുളക് ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കീറി വെച്ചേക്കുക. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വലിയൊരു കഷ്ണം നീളത്തിൽ കീറി വെച്ചേക്കുക. പിന്നെ 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കുടമായിരുന്നു, അത് 1 കുടം എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം എത്ര? ഈന്തപ്പഴം 500 ഗ്രാം, 1/2 കിലോ ഈന്തപ്പഴം കുരു കളഞ്ഞതിന് ശേഷം തൂക്കിയതാ. 500 ഗ്രാം ഈന്തപ്പഴം കുരു കളഞ്ഞതിന് ശേഷം തൂക്കിയെടുത്തതാണ്. നീളത്തിൽ 2ആക്കി എടുത്ത് ഒരു ഈന്തപ്പഴം ഇല്ലേ. പിന്നെ വേണ്ട ഇനി 200 ഗ്രാം എണ്ണ ഒഴിക്കുക. ഇത് 200 ഗ്രാം എണ്ണ ചൂടാകട്ടെ. നമ്മുടെ ഓയില് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അതേ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി കണ്ടോ നീളത്തിൽ അരിഞ്ഞു വെച്ചത്. നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി ഇപ്പോഴേ ഇടണ്ട, ഒന്ന് വാടിയ. നമുക്ക് ഇതിലോട്ട് വേപ്പില 3 തണ്ട് വേപ്പില ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളി ഇട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും പൊടികളാണ് ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത്. പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഈന്തപ്പഴം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇത് വേഗട്ടെ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. അച്ചാറിന് എപ്പോഴും ഉപ്പ് ഇത് വേണമല്ലോ. ഇച്ചിരി ഉപ്പും കൂടെ വേണം. ഉപ്പിൻ്റെ ഇച്ചിരി കുറവ്, അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കും. 200 ഗ്രാം വിനീഗർ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈന്തപ്പഴം അച്ചാർ. ഇത് തണുത്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റായ ഒരു ബോട്ടിലാക്കി
ഒന്ന് തണുക്കണം. ഇതാണ് ഡേറ്റ്സ് പിക്കിൾ. കൊള്ളാം, കായത്തിന്റെ ഒക്കെ മണമുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. തണുത്ത് വരട്ടെ. നമ്മുടെ അച്ചാറ് തണുത്ത് വന്നിട്ടുണ്ട്. വേണ്ട, എല്ലാം നന്നായിട്ട് യോജിച്ച് തണുത്ത് വന്നിട്ടുണ്ട്. ഇതായിട്ട് നിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കി പറഞ്ഞു, ഇത് എങ്ങനെ ഉണ്ടെന്ന്. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞു. കൊള്ളാം, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ കുരുമുളക് പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ എല്ലാം കൂടെ ചേർന്ന് ഈ ഈന്തപ്പഴത്തിന്റെ കൂടെ വന്നപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കണം. അടിപൊളിയായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ ഈന്തപ്പഴത്തിന്റെ കൂടി ഈ പൊടികളെല്ലാം ചേർന്ന് വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു ടേസ്റ്റ് കിട്ടി ഇതിന്. അപ്പൊ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടിരിക്കും. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.